ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാർ ചെയ്യുന്നത് ഇളനീർ പായസമാണ്. ആവശ്യമായ സാധനങ്ങൾ: ഇളനീര് നമ്മൾ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിലെ വെള്ളവും അതുപോലെ തന്നെ കാമ്പും എടുത്തിട്ടുണ്ട്. നമ്മൾ അരമുറി തേങ്ങ നമ്മൾ ചിരവി എടുത്തതാണ്. അതുപോലെ തേങ്ങാപ്പാൽ നമ്മൾ വാങ്ങിയതാണ്, കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള തേങ്ങാപ്പാലാണ്. ബദാം കഴുകി വൃത്തിയാക്കിയത്, ഏലക്കായ 3 എണ്ണം, പിസ്ത 6 എണ്ണം ചെറുതായി കട്ട് ചെയ്തതാണ്, കണ്ടൻസ്ഡ് മിൽക്ക് 4 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇളനീർ പായസത്തിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കെങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. കൂടെ നമ്മൾ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടാക്കി ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. ആദ്യം നമ്മൾ ശർക്കരയിൽ വെള്ളമൊഴിച്ച് ചൂടാക്കുന്നു. അടുത്തായി നമ്മൾ ചിരകി വെച്ച തേങ്ങ എടുത്ത് ജാറിലിടുന്നു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഇളനീരിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നു. ഇളനീരാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കുകയാണ്. നമ്മുടെ ശർക്കര പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് വയ്ക്കാം. അടുത്തായി നമ്മൾ ഇളനീര് കട്ട് ചെയ്യുകയാണ്. ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ്. മുഴുവൻ ഇളനീര് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത ഇളനീരിടുന്നു. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ച ശർക്കര അരിച്ചാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തു. ഇതിന് നല്ലപോലെ ഇത് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ മിക്സിയിൽ നമ്മൾ അടിച്ചു വെച്ച തേങ്ങ, അത് ഇളനീര് ഉപയോഗിച്ചാണ് നമ്മൾ അടിച്ചു വെച്ചത്, അത് നമ്മളിതിലേക്ക് ചേർക്കുന്നു. നല്ലപോലെ പ്രസ് ചെയ്ത് ഉപയോഗിക്കണം. നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ ഒരു പാല് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, തേങ്ങാപ്പാൽ. അതുകൊണ്ട് ശേഷം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കുന്നു. 4 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തിരുന്നത്. നല്ലപോലെ ഇത് മിക്സ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇളനീര് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. ശേഷം ഏലക്ക നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചിടുന്നു. 4 ഏലക്കായാണ് നമ്മൾ എടുത്തിരുന്നത്. ഏലക്ക പൊട്ടിച്ചു, അത് മിക്സ് ചെയ്യുന്നു. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബദാം അതുപോലെ പിസ്ത എല്ലാം ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇളനീർ പായസം തയ്യാറായി. നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ശരിയായ രുചി നമുക്ക് ലഭിക്കുക. എല്ലാവരും തയ്യാർ ചെയ്ത് നോക്കുക.